നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ നിറഞ്ഞ് സന്തോഷത്തോടെ വചനം കേൾക്കാൻ ഇടയാക്കട്ടെ. ഓക്കെ, യെശയ്യാ പുസ്തകത്തിൽ 35-ാം അധ്യായമാണ് നമുക്ക് ചിന്തിക്കാനുള്ള ഇന്നത്തെ ചിന്താ വിഷയം. 1 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സഹസ്രാബ്ദ വാഴ്ചയിൽ 1000 ആണ്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉള്ളത് അവിടെ നമ്മൾ വ്യക്തമായി വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. മരുഭൂമിയിൽ വരണ്ട നിലം ആനന്ദിക്കും, മരുഭൂമി പനിനീർ പുഷ്പം പോലെ എന്ത് ചെയ്യും, പൂക്കും എന്ന് തിരുവെടുത്ത് വ്യക്തമാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്ന? 1000 ആണ്ട് വാഴ്ചയിൽ പ്രകൃതിക്ക് വലിയ മാറ്റമുണ്ടാകുകയാണ്. മരുഭൂമി എന്ന് പറയുന്നത് നിർജീവ അവസ്ഥയാണ് കാണിക്കുന്നത്, ആത്മീയ വരൾച്ചയാണ് കാണിക്കുന്നത്, കഷ്ടപ്പാടിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നറിയാമോ? വലിയൊരു പുഷ്പിക്കൽ അനുഭവം, അതായത് പ്രത്യാശയുടെയും പുതുജീവന്റെയും ഒരു അനുഭവം ഉണ്ടാകുകയാണ്. ദൈവത്തിന്റെ നവീകരണ ശക്തിയുടെ ഒരു പ്രതീകമായിട്ട് ഇവിടെ മാറാൻ പോകുകയാണ്. ഇങ്ങനെയല്ലേ തിരുവെടുത്ത് പഠിക്കുന്നത്? അതുകൊണ്ട് പുരാതന ഇസ്രായേലിലെ ഏറ്റവും ഫലപുഷ്ടമായ മനോഹരമായ ദേശങ്ങളാണ് ഏതൊക്കെ? ലബാനോൻ, കർമ്മേൽ, ഷാരോൺ, ഇങ്ങനെ വളരെ ഫലപുഷ്ടവും മനോഹരമായ ഈ ദേശങ്ങൾ. ഇതിന്റെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ? ദൈവത്തിന്റെ മഹത്വം ഏറ്റവും മോശമായ സ്ഥലങ്ങളെ പോലും എന്ത് ചെയ്യും? രൂപാന്തരപ്പെടുത്തും. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ വരണ്ട ഒരു സീസണുകളുണ്ട്, പരാജയം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, തരിശു ഭൂമി ആയ അവസ്ഥകളുണ്ട്. അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നമ്മളെ പുനർജീവിപ്പിക്കാൻ കഴിയും, നമ്മളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരങ്ങൾ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നമ്മൾ ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ച് ഇതിന്റെ ചിത്രം എങ്ങനെയാ പോകുന്നത് നോക്കിക്കേ. യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ പറഞ്ഞ ഒരു പദം മറന്നു പോകരുത്: മാനസാന്തരപ്പെടുവീൻ. സ്വർഗരാജ്യം എന്ത് ചെയ്തിരിക്കുന്നു? സമീപിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ സ്വർഗരാജ്യം നമ്മുടെ നടുവെ വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോ എന്താണ് അത് അർത്ഥമാക്കുന്നത്? വചനം പറയുന്നത് പോലെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ട് ജീവിക്കും എന്ന് പറയുമ്പോൾ വചനമാണ് മനുഷ്യനെ സ്വർഗരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഘടകമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണവുമല്ല, പാനീയവുമല്ല, പിന്നെന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്നല്ല പറയുന്നത്. അപ്പൊ ദൈവരാജ്യത്തിന്റെ ഘടകം എന്ന് പറയുന്നത് എന്താണ്? നീതിയാണ്, സന്തോഷമാണ്, ആത്മാവിലുള്ള നവചൈതന്യമാണ് എന്നുള്ള ദൈവമക്കൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് മാത്രമേ ഉള്ളൂ, ഒറിജിനൽ വെളിപ്പെടാൻ പോകുകയാണ്. ഓക്കെ, ഒറിജിനൽ എന്നാ വെളിപ്പെടുന്നത്? ഹലോ, 1000 ആണ്ട് വാഴ്ചയിലാണ് ഈ ഒറിജിനൽ വെളിപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇവിടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരണ്ടിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയാറുള്ളത് പോലെ, കർത്താവിന്റെ ദാസനെ, ഞാൻ വളരെ കഷ്ടത്തിലാണെന്ന് പറയുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ, എന്റെ ഭവനത്തിൽ പ്രയാസമുണ്ട്, എനിക്ക് ജോലിയില്ല, എനിക്ക് ഒന്നും ഭാവിയിൽ എനിക്ക് ഒരു നല്ലൊരു അനുഭവം എനിക്ക് കാണാൻ കഴിയുന്നില്ല, എല്ലാം അസ്തമിച്ചു പോയോ എന്നൊരു തോന്നൽ എനിക്ക് പലപ്പോഴും ഭീതി അലട്ടുന്നുണ്ട്, നാളത്തെ കാര്യം എന്തായിത്തീരുന്നു ഭാരപ്പെടുന്നു. ഇവിടെയൊക്കെ ദൈവത്തിന്റെ ഇടപെടലുകൾ വെളിപ്പെടണം. പരാജയങ്ങൾ, തരിശു ഭൂമിയുടെ അനുഭവം, അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന് തെളിയിക്കുന്ന ഒരു ദൈവരാജ്യം ഇവിടെ വളരുന്നുണ്ട്. പ്രിയമുള്ളവരെ, തിരിച്ചറിയാം, മനസ്സിലാക്കുക, ദൈവത്തിന് നനയ്ക്കാൻ കഴിയാത്തത്ര ഒരു വരണ്ട സ്ഥലമില്ല, സുഖപ്പെടുത്താൻ കഴിയാത്ത ഒരു ഒരു ഹൃദയമില്ല. പരീക്ഷകൾ നമ്മൾക്ക് അഭിമുഖീകരിക്കാം, പ്രലോഭനങ്ങൾ നമുക്കിടെ ജീവിതത്തിൽ വരാം, എന്നാൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു അത്യന്ത ശക്തി ഇന്നും നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? പലരും എന്നോട് പറയാറുണ്ട്, കർത്താവിന്റെ ദാസനെ, എനിക്ക് മദ്യപാനത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പലവിധമായ ഡ്രഗ്സിന് അടിമയാണ്, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല. നോക്കണേ, ജീവിതത്തിന്റെ വെല്ലുവിളിയല്ലേ സൂചിപ്പിക്കുന്നത്? രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോകുന്ന കാര്യമല്ലയോ? ഇവിടേക്ക് കടന്നു വരുന്ന ഒരു അസാധാരണമായ ദൈവശക്തിയാണ് ദൈവം നമുക്ക് മധ്യ അയക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. അത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ മനസ്സിലാക്കണം, സുഖപ്പെടുത്താൻ കഴിയാത്ത അത്ര ഒരു തകർന്ന ഒരു ഹൃദയവും ഇല്ല. എല്ലാ ഹൃദയത്തെയും ദൈവം സുഖപ്പെടുത്തും. അതുകൊണ്ടാണ് ദൈവമക്കൾ മനസ്സിലാക്കണം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. എല്ലാവരും ചേർത്ത് പറഞ്ഞേ, ഒരുവൻ ക്രിസ്തുവിലായാൽ. 2 Corinthians 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ ഒരുവനെ
വലിയ മാറ്റം വരുത്താൻ കഴിയുമെന്നല്ലേ ഇവിടെ പറയുന്നത്. പഴയ ഒരു മനുഷ്യനുണ്ട്, പഴയ സ്വഭാവമുണ്ട്, പഴയ ഒരു പ്രകൃതമുണ്ട്, കോപവും ദേഷ്യവും വൈരാഗ്യവും അസൂയൊക്കെ ഉള്ളൊരു പഴയ മനുഷ്യനുണ്ട്. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നല്ല പറയുന്നത്, അത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോ ലബാൻ ഓർ കർമ്മേൽ, ഷാരോൺ എന്നൊക്കെ പറയുന്ന ഈ സ്ഥലങ്ങൾ സൗന്ദര്യത്തിന്റെ സമൃദ്ധിയുടെ ചിത്രങ്ങളാണ്. ഇസ്രായേലിലെ ഏറ്റവും ഫലഭൂയിഷ്ടവും സമൃദ്ധവും മനോഹരമായ ഭാഗങ്ങളാണ്. മരുഭൂമിക്ക് ലബാനോനിന്റെ മഹത്വം ലഭിക്കുമെന്ന് പറയുമ്പോൾ മരുഭൂമിയെ സന്തുഷ്ടമാക്കുന്ന ആനന്ദത്തിലേക്കാക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയാണ് ഇവിടെ വെളിപ്പെടുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവം സ്വർഗത്തിലെ ഏറ്റവും മികച്ചത്, സ്വർഗത്തിലെ ഏറ്റവും മികച്ചത് ഭൂമിയിലെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. ചിലർ പറയുന്നുണ്ട്, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്, ഞാൻ വളരെ കഷ്ടത്തിലാണ്, മോശം അവസ്ഥയാണ്. ഇവിടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഏറ്റവും മികച്ചമായ സൗഖ്യം, ഏറ്റവും മികച്ചമായ അനുഗ്രഹം ഈ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ എത്ര സന്തോഷമുള്ള അനുഭവമാണ്. ദൈവം എന്ന് പറയുന്നത് മനുഷ്യനെ പുനഃസ്ഥാപിക്കുകയാണ്, രൂപാന്തരപ്പെടുത്തുകയാണ്, ചേഞ്ചിങ് വരുത്തുകയാണ്, ഒരു നവജീവൻ നൽകുകയാണ്. ദൈവം നമ്മളിലൂടെ മഹത്വപ്പെടണം. അതുകൊണ്ടാണ് യോവേൽ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 25-ാം വചനം പറയുന്നത് പോലെ, വെട്ടുക്കിളി തിന്നു കളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിനക്ക് തിരികെ തരും. എന്താണ് പറയുന്നതെന്ന് അറിയാമോ? ഭൂമിയിൽ നമുക്ക് ബിസിനസ് നഷ്ടമാക്കുന്ന ശക്തികളുണ്ട്, നമ്മുടെ തലമുറകളെ വൈകല്യങ്ങളിലേക്ക് നീക്കുന്ന ശക്തികളുണ്ട്, നമ്മുടെ ബിസിനസ്സിന് കോട്ടം വരുത്തുന്ന ശക്തികളുണ്ട്, നമ്മുടെ സ്വഭാവത്തിന് നന്നായി സംസാരിക്കണം, നല്ല നില ജീവിക്കണമെന്ന് ചിന്തിക്കുമ്പോഴും അധർമ്മത്തിന്റെ ശക്തികൾ നമ്മളെ തെറ്റ് സംസാരിക്കുവാൻ, തെറ്റ് പ്രവർത്തിക്കുവാൻ, തെറ്റിലേക്ക് നയിക്കുന്നുണ്ട്. അതുകൊണ്ട് വെട്ടുക്കിളി തിന്നു കളഞ്ഞ സംവത്സരങ്ങൾ ഇന്ന് രാത്രി മനസ്സിലാക്കുക, അത് നമുക്ക് ദുഃഖത്തിലേക്ക് മാറ്റുമെങ്കിൽ ഇവിടെ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് സമാധാനത്തിലേക്ക് നിന്നെ തിരികെ കൊണ്ടുവരും. വിശ്വസിക്കുന്നവരാമൻ പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ട്. തരിശുഭൂമിയിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് തിരിച്ചറിയണം. മരുഭൂമിയിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ശൂന്യതയുടെ നടുവിൽ, തകർന്ന ഹൃദയങ്ങളുടെ നടുവിൽ ദൈവം ശക്തിയും മഹത്വവും കാരുണ്യവും വെളിപ്പെടുത്തുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എന്നിൽ ദൈവരാജ്യമുണ്ട്, എന്നിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ 61:3 പറയുന്നത് പോലെ, അവർക്ക് ചാരത്തിന് പകരം സൗന്ദര്യവും ദുഃഖത്തിന് പകരം ആനന്ദ തൈലം കൊടുക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ചാരത്തിന് പകരം സൗന്ദര്യം, ദുഃഖത്തിന് പകരം ആനന്ദ തൈലം. അപ്പൊ 1000 ആണ്ട് വാഴ്ചയിൽ ജനത്തിന് കൊടുക്കാൻ പോകുന്ന സമാധാനം എത്രയോ വളരെ വലുതാണ്. അവിടെ ഭാവമില്ല, അവിടെ പിശാചിന്റെ ഒരു ശക്തിയുമില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ 1000 ആണ്ട് വാഴ്ചയിൽ പിശാചിനെ അതോ ഗർത്തത്തിലേക്ക് ബന്ധിക്കുവാനിടയായി. ഓക്കെ, അതുകൊണ്ട് മരുഭൂമി ആനന്ദിക്കുന്നു. വീണ്ടും വചനം വായിക്കുന്ന ഇങ്ങനെയാണ്. യെശയ്യാ പുസ്തകം 35:3-4 വചനം എന്താണ് പറയുന്നത്? ദുർബലമായ കൈകളെ ശക്തിപ്പെടുത്തുവീൻ, ഭയമുള്ളവരോട് ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുവീൻ എന്ന് പറയുവീൻ. എന്താണ് പ്രിയമുള്ളവരെ ഇവിടെ നമ്മളെ കുറിച്ച് പഠിപ്പിക്കുന്നത്? ക്ഷീണിതരെയും നിരാശരെയും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ആഹ്വാനമല്ലേ? ദൈവം നേരിട്ട് വരുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. രക്ഷിക്കാൻ വരുന്നു, തിന്മയ്ക്കെതിരെ പ്രതികാരം ചെയ്യാൻ വരുന്നു, പരീക്ഷണങ്ങളിൽ നമുക്ക് ശക്തി പകരാൻ ദൈവം വരുന്നു, നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ധൈര്യം നൽകുവാൻ ദൈവം വരുന്നു. എല്ലാവരും ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന, ക്ഷീണിപ്പിക്കുന്ന അവസ്ഥയിൽ ദൈവം വരുന്നു. ദൈവത്തിന്റെ ശക്തി ഉണ്ട് എന്നല്ലേ അർത്ഥം? ആത്മീയമായി ക്ഷീണിതരായ നമ്മുടെ ജീവിതത്തെ രക്ഷിക്കുക മാത്രമല്ല, മറ്റുള്ളവരെയും രക്ഷിക്കുവാൻ ദൈവം വരുന്നു. ഇന്ന് രാത്രിയിൽ ഒരിക്കലും ദൈവം നമ്മളിൽ നിന്നും അകന്നിട്ടില്ല. ദൈവം നമ്മുടെ സമീപസ്ഥനാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. യെശയ്യാ 35:3-4 പറയുന്നത് പോലെ അവൻ നമ്മളെ ഉയർത്താൻ കഴിയുന്ന ദൈവമാണ്. ദുർബലരെ ഉയർത്തുന്നു, ഭയമുള്ളവരോട് പ്രത്യാശ നൽകുന്നു. ദൈവം അങ്ങ് അകലെയല്ല പ്രിയരെ. നീതിയും രക്ഷയും കൊണ്ടുവരുന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തെ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി നമ്മെ താങ്ങും. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറ, ദൈവം എന്റെ അടുത്തുണ്ട്, ദൈവം എന്റെ ഹൃദയത്തെ അറിയുന്നു, ദൈവം എന്റെ അവസ്ഥകളെ മനസ്സിലാക്കുന്നു, ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. എന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഭാരം എല്ലാം ദൈവം കാണുന്നു. പക്ഷെ ഞാൻ ഇന്നും എന്റെ ദൈവത്തോട് അടുക്കേണ്ട പോലെ അടുത്തിട്ടില്ല. അത് എന്റെ ഭാഗത്തെ തെറ്റാണ്, ഞാൻ അത് തിരിച്ചറിയുന്നു. ഇന്നു മുതൽ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഞാൻ ഉത്സാഹിക്കും.
ദൈവവചനങ്ങൾ കേൾക്കാൻ ഞാൻ ഉത്സാഹിക്കും. ദൈവത്തോട് അടുത്തു വരുവാൻ ഞാൻ ഇടയാക്കും. അങ്ങനെ വരുമ്പോൾ എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. ഈ വിശ്വാസം നമ്മളിൽ വർദ്ധിച്ചു വരണം. ക്ഷീണിച്ച ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവം, ക്ഷീണിച്ച ആത്മാക്കളെ പുതുക്കം നൽകുന്ന ദൈവം. വിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ. വിശ്വാസത്തിൽ ഓരോ നിമിഷവും ദൈവവചനത്തിൽ ആശ്രയിക്കൂ. ഭാരമുള്ള എത്ര വലിയ പ്രതിസന്ധികളെയും ദൈവം ബലപ്പെടുത്തുമെന്നല്ല പറയുന്നത്. ഹൃദയത്തെ ഉയർത്താൻ കഴിയുന്ന, ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന, ഹൃദയത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ജീവനുള്ള ഒരു ദൈവത്തിന്റെ അടുക്കലല്ലയോ നാം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. 1000 ആണ്ട് വാഴ്ചയിൽ സ്വാഭാവിക ശരീരമുള്ളവർ, ഹല്ലേലൂയ, കഷ്ടതയെ അതിജീവിച്ച് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിച്ചവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുകയാണ്. കിഴക്കൻ രാജ്യങ്ങളിൽ, പശ്ചിമേഷ്യയിൽ, അറബി രാജ്യങ്ങളിൽ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ആര് കടന്നു വരുമെന്ന് അറിയാമോ? നമുക്ക് വേണ്ടുന്ന ഉപദേശം നൽകുവാൻ, നമുക്ക് വേണ്ടുന്ന ബലവും ധൈര്യവും നൽകുവാൻ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടൊപ്പമുള്ള സ്വർഗീയ ശരീരമെടുത്ത വിശുദ്ധന്മാർ കടന്നു വരും. വിശുദ്ധ തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് മാത്രമല്ല, സ്വർഗത്തിൽ എന്നോടൊപ്പം ഇരിക്കാനുള്ള വരദാനങ്ങളും ഞാൻ നിനക്ക് തരും. എന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കാനുള്ള അധികാരം ഞാൻ നിനക്ക് തരുമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ വചനം എത്രയോ സത്യമാണ്. അതുകൊണ്ട് ദൈവത്തോടുകൂടെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാർ 12 പേർക്കും ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമ ഗോത്ര പിതാക്കന്മാർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം ഭൂമിയുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഴുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഷ്ട്രങ്ങളിൽ വാഴുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? പക്ഷെ വിശ്വസിച്ചേ മതിയാക്കിയുള്ളൂ. അപ്പോസ്തലന്മാര്, കൂടെയുള്ള രക്തസാക്ഷികളായ പ്രിയപ്പെട്ടവര്, രൂപാന്തരപ്പെട്ട വിശുദ്ധന്മാര്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിരിക്കുന്ന സകല ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ജനത്തെ ന്യായം വിധിക്കാൻ പോകുന്നു. പുരോഹിതന്മാരായി നിലകൊള്ളാൻ പോകുന്നു. രാജാക്കന്മാരായി നിലകൊള്ളാൻ പോകുന്നു. അതുകൊണ്ട് എവിടെയും സമാധാനമെന്ന് തിരുവെടുത്ത് പറയുകയാണ്. ഓക്കെ, യെശയ്യാപുസ്തകം 35-ാം അധ്യായത്തിൽ 6 വചനങ്ങൾ ദൈവമക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാം. ദൈവത്തിന്റെ വചനം വായിക്കുന്ന നോക്കണേ. എത്രയോ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നെന്ന് അറിയാമോ? അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്ന നിമിഷങ്ങൾ. അതുകൊണ്ട് യേശു കർത്താവ് സ്വർഗരാജ്യത്തിന്റെ ഒരു തെളിച്ചം എന്ന നിലയിൽ, വെളിപ്പാടെന്ന നിലയിൽ ഇവിടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. യേശുവിന്റെ ശുശ്രൂഷയിൽ നിവർത്തിയേറിയ എത്രയെത്ര അത്ഭുതങ്ങളാണ് കാണാൻ കഴിയുന്നത്. അന്ധരെയും ബധിരരെയും മുടന്തരെയും യേശു സൗഖ്യമാക്കിയില്ലയോ? അപ്പൊ സ്വർഗരാജ്യത്തിന്റെ വെളിപ്പാട് യേശു ക്രിസ്തുവിൽ സംഭവിച്ചു കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 4-5 വചനങ്ങൾ പറയുന്നു, പോയി യോഹന്നാനോട് പറയുക, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ബധിരർ കേൾക്കുന്നു. ഹല്ലേലൂയ. സ്നാപയോഹന്നാൻ ഒരു ഡൗട്ട്, ഒരു സംശയം, ജയിലിൽ ജയിലിൽ കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഞാൻ വിളിച്ചു പറഞ്ഞ ആ മശിഹ തന്നെയാണോ, യേശു ക്രിസ്തു തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, ജയിലിൽ കഴിയുന്ന യോഹന്നാനോട് ചെന്ന് പറയാ, ഇവിടെ കുരുടർ കാണുന്നുണ്ട്, മുടന്തർ നടക്കുന്നുണ്ട്, ബധിരർ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് വഴികാട്ടിയായി മാറിയ സ്നാപയോഹന്നാനെ, നീ ഒട്ടും സംശയിക്കണ്ട. നീ പറഞ്ഞ യേശു ക്രിസ്തു തന്നെയാണ് ഞാനെന്ന് ഇവിടെ ശിഷ്യന്മാരെ അയച്ചു പ്രസ്താവിക്കുന്നുണ്ട്. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ വളർച്ച യേശുവിന്റെ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചു. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ അതിപ്രധാനമായ ഘടകങ്ങളിൽ ഒന്നാണ് എല്ലാവരും സൗഖ്യം പ്രാപിക്കണമെന്നുള്ളത്, എല്ലാവരും നടക്കണമെന്നുള്ളത്. ഇന്നും ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നില്ലയോ? എത്രയോ പേരുടെ ജീവിതത്തിൽ ദൈവം സൗഖ്യം കൊടുത്തു കഴിഞ്ഞു. എത്രയോ പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്തു കഴിഞ്ഞു. എത്രയോ പേർ തങ്ങളുടെ പുരാണ സ്വഭാവം, പഴയ സ്വഭാവങ്ങൾ വിട്ട് നല്ല സ്വഭാവത്തിലേക്ക് മാറി. ഇതിന്റെ എല്ലാം ലക്ഷണം എന്താണ്? ദൈവരാജ്യത്തിന്റെ വളർച്ചയാണ്. യേശു ക്രിസ്തു ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൗഖ്യമുണ്ടാകും. യേശു ഇന്നും തകർന്നവരെ എന്ത് ചെയ്യുന്നു? പ്രിയമുള്ളവരെ സുഖപ്പെടുത്തുന്നു. അവൻ ശാരീരികമായിട്ട് മാത്രമല്ല പ്രിയരെ, ആത്മീയമായി അവൻ സുഖപ്പെടുത്തുന്നു. വിശുദ്ധകരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒന്നുകൂടെ സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. യെശയ്യാ 35-5-6 വരെയുള്ള വചനങ്ങൾ അതാണ് പറയുന്നത്. മശിഹ യേശു ക്രിസ്തുവിന്റെ ദൗത്യം ഇവിടെ വെളിപ്പെടുകയാണ്. ഒരു ശക്തമായ പ്രവചനം യേശു വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അന്ധർക്ക് കാഴ്ച ലഭിച്ച കാര്യങ്ങൾ, ഊമർ സംസാരിക്കുന്ന കാര്യങ്ങൾ, ബധിരരുടെ ചെവി കേൾക്കുന്ന കാര്യങ്ങൾ, എത്രയെത്ര അത്ഭുതങ്ങൾ. ഈ അത്ഭുതങ്ങൾ വെറും കാരുണ്യ പ്രവർത്തികളല്ല പ്രിയരെ, വാഗ്ദത്തം ചെയ്യപ്പെട്ടത് യേശുവാണെന്നതിന്റെ ദിവ്യ സ്ഥിരീകരണമാണ്. മത്തായി 11-4-5 വചനങ്ങൾ വായിക്കുന്നത് പോലെ താൻ മശിഹ ആണെന്നതിന്റെ തെളിവായി യേശു ഈ അടയാളങ്ങളിലൂടെ വിരൽ ചൂണ്ടുകയാണ്.
അപ്പൊ യേശു ക്രിസ്തു ദൈവമെന്നും യേശു ക്രിസ്തു മശിഹാണെന്നും യേശു ക്രിസ്തു രക്ഷകനാണെന്നും യേശു ക്രിസ്തു പാപികളുടെ വിമോചകനാണെന്നും ഒക്കെ ഈ അത്ഭുതങ്ങളിലൂടെ തന്റെ വചനത്തിലൂടെ ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? അതുകൊണ്ട് കണ്ണുമടച്ച് ദൈവമില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. യേശു ക്രിസ്തു ഉണ്ട്. വിശ്വസിക്കുന്നവരാൽ അവൻ ഇന്നും അത്ഭുതങ്ങളെ ചെയ്യാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ദൈവരാജ്യം നടന്നുകൊണ്ടിരിക്കുന്നു. മായ യാതൊന്നും കഴിച്ചാലോ കുടിച്ചാലോ ഹാനി വരികയെന്ന് പറയുന്നതിന്റെ ആത്മീയ വളർച്ച ശ്രദ്ധിക്കുക. ദൈവരാജ്യത്തിന്റെ വളർച്ചയുടെ ശ്രേഷ്ഠമേറിയ അനുഭവത്തിൽ വരുമ്പോൾ എത്ര വിഷം കഴിച്ചാലും എന്ത് സംഭവിക്കത്തില്ല, മരണം സംഭവിക്കത്തില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വിഷം കഴിക്കുക എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്, പാമ്പിനെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. ആത്മീയ വളർച്ചയുടെ വ്യാപ്തിയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എത്ര പേർക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നു? ഇന്നും 1000 ആണ്ട് വാഴ്ചയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതേപോലെ ഇന്നും സംഭവിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു തെളിവ് ഇവിടെ വ്യക്തമാക്കുന്നു. പക്ഷേ അതിനിവിടെ വില കൊടുത്തേ മതിയുള്ളൂ. കാരണം ഇവിടെ പിശാചിന്റെ സാന്നിധ്യമുണ്ട്, ഇവിടെ ശൈത്താന്റെ ആധിപത്യമുണ്ട്. എവിടെ നോക്കിയാലും അധർമ്മം, എവിടെ നോക്കിയാലും അനീതി, എവിടെ നോക്കിയാലും കൊലപാതകങ്ങൾ, എവിടെ നോക്കിയാലും അവിഹിതം, എവിടെ നോക്കിയാലും മോശമായ അനുഭവങ്ങൾ. അതുകൊണ്ട് പിശാച് ഇവിടെയുണ്ട്. 1000 ആണ്ടിൽ അങ്ങനെയല്ല. 1000 ആണ്ടിൽ പിശാചിന്റെ എന്നേക്കുമായ അധോഗർത്തത്തിൽ ബന്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവിടെ പാപമില്ല, അവിടെ പാപം ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തിയില്ല. അവിടെ എല്ലാവർക്കും സമാധാനമാണ്. ലോക രാജ്യങ്ങളിൽ മുഴുവൻ സമാധാനമാണ്. രാജാക്കന്മാരായി അപ്പോസ്തലന്മാരുണ്ട്, രാജാക്കന്മാരായി അനേക അഭിഷിക്തന്മാരുണ്ട്. സ്വർഗീയ ശരീരം എടുത്തവരാണെന്ന് മാത്രം. ഹല്ലേലൂയ. പഴയ നിയമത്തില് അബ്രഹാം, ഇസാക്ക്, യാക്കോബുണ്ട്, ദാനിയേലുണ്ട്, ദാവീദുണ്ട്. ഇവർ സ്വർഗീയ ശരീരം എടുത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ രാജാക്കന്മാരായി പ്രമുഖന്മാരായി ജനങ്ങളിടയിൽ ന്യായപാലനം ചെയ്യുന്നു, ജനങ്ങളിടയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ എല്ലായിടത്തും സന്തോഷവും സമാധാനമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. യേശു ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്നു, യേശു സന്തോഷം നൽകുന്നു, ബലഹീനതയിൽ അവൻ തുണ നിൽക്കുന്നു. അവൻ സകല ജനത്തിലേക്ക് ദൈവീയ സമാധാനം ദൈവം നൽകുന്നു. വാക്യം 6ഉം 7ഉം വചനം പറയുന്നു എന്താണ്? യെശയ്യാ പുസ്തകത്തിൽ ഹല്ലേലൂയ, മരുഭൂമി വെള്ളം പൊട്ടിപ്പുറപ്പെടും എന്നല്ലേ പറയുന്നത്. ഇതിന്റെ ആഴമേറിയ അർത്ഥം എന്താണ് പ്രിയരെ? ദൈവം ദേശത്തെ പുനഃസ്ഥാപിക്കും. ചിലകാരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ട്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്നല്ല തിരുവെടുത്ത് പറയുന്നത്. എന്തുകൊണ്ട് യേശു കർത്താവ് അങ്ങനെ പറയുന്നത്? ഹൃദയത്തിൽ വിശ്വസിക്കുന്നവൻ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറയുന്നത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ അന്യ ഭാഷകൾ സംസാരിക്കും, വിശ്വസിക്കുന്നവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വിശ്വസിക്കുന്നവരുടെ ശരീരത്തിന്റെ നിഴൽ തട്ടിയാൽ പോലും എന്തുണ്ട്? സൗഖ്യമുണ്ട്. അത്രമാത്രം ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി ഇന്നും നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താട്ട്. ആമേൻ, നമ്മുടെ ശരീരത്തിന്റെ നിഴലിൽ പോലും ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പോലും ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മുടെ നോട്ടത്തിലെ, ചിന്തയിലെ, നിരൂപണത്തിലെ, നമ്മുടെ നടപ്പുകളിലെ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകുമെന്നല്ലേ യോഹന്നാൻ 7:38 പറയുന്നത്. അതുകൊണ്ട് ദൈവരാജ്യം വളരുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് നിന്നുകൊള്ളുക. ഈ ദൈവരാജ്യ വളർച്ചയിൽ ഞാനും നിങ്ങളും പങ്കുള്ളവരായി മാറണം. മരുഭൂമിയിലെ വെള്ളം പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന് മാത്രമേ നമ്മളെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ അഭിഷേകം വ്യാപരിക്കണം, നിങ്ങളിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാകണം, നമ്മളിൽ വലിയൊരു രൂപാന്തരം ഉണ്ടാകണം. ഈ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഭവനത്തിനകത്തെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറണം, സകല അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറണം, മുഖത്തിന്റെ കെട്ടുകൾ തകർന്നു മാറണം, ഭയത്തിന്റെ ആത്മാവ് നീങ്ങിപ്പോകണം. അസാധാരണമായ ദൈവശക്തിയുടെ ഒരു കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപിക്കണം. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇനി യേശു പറഞ്ഞ വചനമാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് ഭരിക്കുന്ന ഈ ദേശത്ത് പോലും, അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ദേശത്ത് പോലും, തരിശായിരിക്കുന്ന ഈ ഭൂമിയിൽ, വരണ്ട നിലമായിരിക്കുന്ന ഈ ഭൂമിയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ സകലതും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് സ്നേഹം വെളിപ്പെടുത്തണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ സമാധാനം ഉണ്ടാക്കാൻ തയ്യാറാകണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ധൈര്യത്തോടെ മുന്നോട്ട് വരാൻ കഴിയണം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ പലർക്കും രണ്ട് വെള്ളത്തെ ചവിട്ടുന്ന ഒരു അനുഭവമാണ്. യേശു ക്രിസ്തുവും വേണം, ലോകവും വേണം. ഇതിൽ ഏതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ പ്രിയരെ. ലോകം വേണ്ടവര് ലോകത്തിന്റെ പുറകെ പോക്കാണ്. അവിടെ വലിയ ആഹ്ലാദം കിട്ടുന്ന അനുഭവങ്ങളുണ്ട്, സന്തോഷം കിട്ടുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ അവസാന ജീവിതം അസ്തമിക്കുന്ന സമയം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള മറ്റൊരു സത്യം വെളിപ്പെടുത്തുന്നു. അത് ആത്മഹത്യയിലൂടെ ആയിരിക്കാം, വളരെ ദാരുണ്യമായ അപകടങ്ങളിലൂടെ ആയിരിക്കാം. അതുകൊണ്ട് നമ്മുടെ കുടുംബം തകർന്നു പോകരുത്, നമ്മുടെ തലമുറകൾ തകർന്നു പോകരുത്. ദൈവ വഴിയിലൂടെ കടന്നു പോകണം, വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഇവിടെ വിശുദ്ധിയുടെ രാജപാത കാണിച്ചു തരികയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിച്ചാട്ട് 8-9 വചനങ്ങൾ എന്താണ് പറയുന്നത്? ഉറക്കെ വേഗത്തിൽ വായിച്ചേ. അവിടെ ഒരു പരിപാടി ഉണ്ടാകും. വിശുദ്ധിയുടെ വഴി എന്നല്ല അവിടെ പറയുന്നത്. അവിടെ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമേ നടക്കുകയുള്ളൂ. ഇതൊരു വിശുദ്ധിയുടെ പാതയാണ്. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പാതയാണ്. ഇവിടെ അപകടകാരികൾ കടന്നു വരികയില്ല. അവിടെ ദൈവവചനം പറയുന്നത് അത് വിശുദ്ധിയുടെ പാത എന്നാണ് പറയുന്നത്. അവിടെ അപകടമോ പാപമോ ആശയക്കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. ദൈവ സന്നിധിയിലാണ് അവർ നടക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു പ്രതീകം എന്ന നിലയിൽ യേശു വിളിച്ചു പറഞ്ഞില്ലയോ യോഹന്നാൻ 14:6 എന്താണ് പറയുന്നത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന് ഒരു വെളിപ്പാട് യേശു തന്നിട്ടുണ്ടോ? അതുകൊണ്ട് അധർമ്മം നിറഞ്ഞു നിൽക്കുന്ന ലോകത്ത്, പൈശാചിക ശക്തികൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്ത്, വിഗ്രഹാരാധന നിറഞ്ഞു നിൽക്കുന്ന ലോകത്ത്, ആണാണോടും പെണ്ണോടും അവലക്ഷണമായി പ്രവർത്തിക്കുന്ന ലോകത്ത്, സ്വർഗഭോഗം നിലനിൽക്കുന്ന ലോകത്ത്, ഹല്ലേലൂയ, ദൈവഗീതമല്ലാത്ത സകല പ്രവൃത്തികൾ നിലനിൽക്കുന്ന ലോകത്ത് യേശു ഒരു വെളിപ്പാട് പറഞ്ഞത് മറന്നുപോയോ? അവിടെ എന്താണ് പറയുന്നത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പം നമുക്ക് യഥാർത്ഥ വഴി കാണിച്ചു തന്നിരിക്കുന്നു. ഇവിടെ 1000 ആണ്ട് വാഴ്ചയിൽ എന്താണ് പറയുന്നത്? ഇവിടെ സമാധാനമുള്ള വഴിയാണ്. ഇവിടെ വിശുദ്ധർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വഴിയാണ്. ഇവിടെ ഒരു അപകടവുമില്ല, ഇവിടെ ഒരു കലകവുമില്ല, ഒരു ഹർത്താലുമില്ല. ഇവിടെ ശാന്തിയാണ്. ആ നല്ല നാളേക്ക് വേണ്ടിയാണ് ഭക്തന്മാർ ഇന്നും കാത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാഥാ, അങ്ങയുടെ വഴി കാണിച്ചു തരണമേ എന്നും വിളിച്ചു പറയുകയാണ്. നാഥാ, അങ്ങയുടെ സത്യത്തിൽ ഞങ്ങളെ നടത്തണമേ എന്ന് ഇന്നും പ്രാർത്ഥിക്കുകയാണ്. നാഥാ, അങ്ങയുടെ ജീവൻ എന്നിൽ നിലനിൽക്കണമേ. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? വിശുദ്ധ കരങ്ങൾ എടുത്ത് ദൈവത്തെ സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് പരിശോധിക്കണം. ദൈവ വഴി വിട്ടാണോ ഞാൻ പോകുന്നത്? എന്റെ ചിന്തകളും നിരൂപണങ്ങളിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഓരോ നിമിഷവും പരിശോധിച്ചുകൊണ്ടിരിക്കണം. യെശയ്യാ പുസ്തകം 35:8-9 എന്താണ് പറയുന്നത്? വിശുദ്ധിയുടെ ഒരു പെരുവഴിയെ കുറിച്ചല്ല പറയുന്നത്. ഇത് വെറും ഒരു വഴിയല്ല പ്രിയരെ, ഇതൊരു ജീവിത രീതിയാണ്. എന്ന് പറഞ്ഞ ശുദ്ധവും സംരക്ഷിതവുമായ ദൈവം തന്നെ നയിക്കുന്നതായ ഒരു ജീവിത ശൈലിയെ കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധരാക്കപ്പെട്ടവർക്ക് മാത്രമേ ഇതിലൂടെ നടക്കാൻ കഴിയുകയുള്ളൂ. തിന്മയിൽ നിന്നും ആശയക്കുഴപ്പത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഇവിടെ രക്ഷപ്പെട്ട ഒരു അനുഭവമാണ്. ഇവിടെ തിന്മയില്ല, ഇവിടെ ആശയക്കുഴപ്പമില്ല, ഇവിടെ നാശമില്ല. ഇത് സുരക്ഷിതമായ വഴിയാണ്. ഇത് ദൈവത്തിന്റെ പെരുവഴിയാണ്. ഇവിടെ ആർക്കും സഞ്ചരിക്കാമോ എന്ന് ചോദിച്ചാൽ വിശുദ്ധന്മാർക്ക് സഞ്ചരിക്കാൻ കഴിയും. അതുകൊണ്ട് തിരുനാഥൻ വിളിച്ചു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, അവിടുത്തെ രക്തത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്റെ പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ, ഈ ജീവന്റെ വഴിയിലൂടെ എന്നെ നടത്തണമേ, എന്റെ ബുദ്ധിമണ്ഡലത്തെ പ്രകാശിപ്പിക്കണമേ, എനിക്ക് ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ, ആളു മാറിയവനെ പോലെ ഞാൻ ആയിത്തീരും, എന്നെ സഹായിക്കണമേ. എന്റെ ഭാര്യ എന്നെ കാണുമ്പോൾ ഇവനിൽ ഒരു ദൈവകൃപയുണ്ടെന്ന് പറയാൻ ഇടയാക്കണമേ. എന്റെ ഭർത്താവ് എന്നെ കാണുമ്പോൾ ഇവനിൽ ഒരു ദൈവകൃപയുണ്ടെന്ന് പറയാൻ ഇടയാക്കണമേ. എന്റെ കുഞ്ഞുങ്ങൾ എന്നെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ പറയണം, എന്റെ അപ്പന് വലിയ മാനസാന്തരം സംഭവിച്ചെന്ന് പറയാൻ ഇടയാകണമേ. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് വലിയ മാനസാന്തരം ഉണ്ടായെന്ന് പറയാൻ കഴിയണമേ. അതിന് ദൈവിക ജ്ഞാനം ആവശ്യമാണ്, ദൈവത്തിന്റെ കൃപയും ശക്തിയും ആവശ്യമാണ്, ദൈവത്തിന്റെ വഴിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ആവശ്യമാണ്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? പലരും ദുഃഖത്തോടെ പറയുന്നു, കർത്താവിനെ എന്റെ മക്കൾ എന്റെ വാക്കനുസരിക്കുന്നില്ല, അവർ തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി വളരെ മോശമുള്ള വഴിയാ. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അവരിൽ യേശുവില്ല. അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ബൈബിൾ വായിക്കുന്നവരായിരിക്കാം, പക്ഷേ സ്വഭാവം വളരെ വൈകല്യം നിറഞ്ഞതാണ്, വൈരുദ്ധ്യമായ സ്വഭാവമാണ്. നമ്മുടെ മുമ്പിൽ അവർ അഭിനയിക്കുന്നു, പുറത്തവർ മറ്റൊരു ലോകത്തിലേക്ക് മാറുകയാണ്. അഭിനയം നിറഞ്ഞ ലോകത്താണ് നാം ജീവിക്കുന്നത്, അപകട മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കളെ, നിങ്ങൾ ഉണരുക. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഉണരുക. നമുക്കൊരു നല്ലൊരു നാളെയുണ്ട്. ആ നാളിൽ അനേക യുവാക്കന്മാർ നമ്മളോടൊപ്പം നിൽക്കണം, അനേക മാതാപിതാക്കൾ നമ്മളോടൊപ്പം നിൽക്കണം. ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടാനിടയാകണം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്
അതുകൊണ്ട് പാപത്തിലേക്ക് നയിക്കുന്ന, ഭയത്തിലേക്ക് നയിക്കുന്ന, അലഞ്ഞു തിരിഞ്ഞു നടത്തുന്ന ഈ ദുഷ്ട ലോകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ സമൂഹം രക്ഷപ്പെടണം. ഹല്ലേലൂയ. അമ്മേ 10-ാം വാക്യം എന്താണ് പറയുന്നത് അറിയാമോ? ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? വേഗത്തിൽ വായിച്ചാണ് 10-ാം വാക്യം. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവരെ അങ്ങനെ മടങ്ങി ഉല്ലാസത്തോടെ സിയോനിലേക്ക് മടങ്ങി വരുവി. യെരൂശലേം ഹല്ലേലൂയ ദൈവത്തിന്റെ ആരാധനയുടെ കോട്ടയാക്കി മാറ്റിയേക്കുക, ആരാധന സ്ഥലമാക്കി മാറ്റിയേക്കുക. ലോകത്തിലെ സകല രാജ്യങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ കടന്നു വരും ദൈവത്തെ ആരാധിക്കുവാൻ. ലോകത്തിന്റെ സകല രാജ്യങ്ങളിലും സകല ദേശങ്ങളിലും ആരാധന ഉയരുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ ആരാധന ഉയരുകയാണ്. ദൈവമേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ സകല ദേശങ്ങളിലും രാഷ്ട്രങ്ങളിലും ആരാധന ഉയരുകയാണ്. എന്നാൽ ഒരു ആരാധന, മഹത്തായ ഒരു ആരാധന, ശ്രേഷ്ഠ ഒരു ആരാധന വർഷത്തിൽ ഒരിക്കൽ നടക്കപ്പെടുന്നുണ്ട്. അന്ന് ലോകത്തുള്ള സകല ജനം കടന്നു വരികയാണ്. ഇവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ 10-ാം വചനം എന്താണ് പറയുന്നത്? വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി വരും, സന്തോഷവും ആനന്ദവും അവരെ പിടികൂടും. അപ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രവാസത്തിൽ നിന്നുള്ള ഇസ്രായേലിന്റെ ഭൗതിക തിരിച്ചുവരവ് എത്ര പേർക്ക് അറിയാം? ബാബിലോണിയയിലും അസീറിയയിലും കഴിഞ്ഞ ദൈവജനത്തെ രക്ഷിച്ച നാളുകൾ പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. അവർ ദൈവത്തെ ആനന്ദിക്കുകയാണ്. ഞങ്ങൾ സ്വപ്നം കണ്ടവരെ പോലെയാകുന്നു എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. ഇന്ന് രാജ്യത്തിൽ ഇറാഖിലും സിറിയയിലും മറ്റു അനേക രാജ്യങ്ങളിൽ ബന്ധിക്കപ്പെട്ട് ഇരിക്കുന്ന ജനത്തിന് ഈ ആരാധന അവർക്ക് ആശ്വാസം കൊള്ളുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ നിത്യരാജ്യത്തിലേക്ക് ഇവിടെ സ്വാഗതം ചെയ്യാണ്. എല്ലാ വിശ്വാസികളും ഇവിടെ തിരിച്ചു വരും. അവർ സിയോനിലേക്ക് മടങ്ങി വരും, യെരൂശലേമിലേക്ക് മടങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഇനി ഒരു മരണം ഉണ്ടാകുകയില്ല, ഇനി ഒരു ദുഃഖം ഉണ്ടാകുകയില്ല, ഇനി ഒരു നിലവിളി ഉണ്ടാകുകയില്ല എന്നല്ലയോ വെളിപ്പാട് പുസ്തകം 21:4 പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് നാം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പാപം ചെയ്യരുത്, പാപത്തിന് അധീനമാകുന്ന സകല സ്വഭാവങ്ങളിൽ നിന്നും രക്ഷപ്പെടുവീ, സകല വിഗ്രഹാരാധനയിൽ നിന്നും പുറത്തു വരുവീ, മതം കൽപ്പിക്കുന്ന സകല ആചാര കർമ്മ അനുഷ്ഠാനങ്ങളിൽ നിന്നും പുറത്തു വരുവീ. ഇന്ന് കാണുന്ന ലോകമല്ല ലോകം, അതിനപ്പുറത്ത് നിത്യമായ ഒരു ലോകം ഇവിടെ ഉണ്ട്. യേശു ക്രിസ്തുവുമായി 1000 ആണ്ട് വാഴ്ചയിൽ വാഴുന്ന ഒരു ലോകമുണ്ട്. അന്ന് ബാലന് 100 വയസ്സ് ശിശു എന്ന നാമം കൊടുക്കുമ്പോ തന്നെ അവന് 100 വയസ്സ് വരെ ജീവിക്കുന്നു. അവന് മരണമില്ല. അന്നുള്ള സ്വാഭാവിക ആളുകൾക്ക് മരണമില്ലെന്ന്. പ്രൈസലോ. ഈവൻ ഏതെങ്കിലും വ്യക്തികൾ മരിച്ചാൽ പോലും ഹല്ലേലൂയ അന്തിമ സമയത്ത് അവർ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് തിരിച്ചറിഞ്ഞു കൊള്ളുക, അന്ന് 1000 വർഷം മനുഷ്യൻ ജീവിക്കും, മരണമില്ല. പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പ്രായത്തിൽ ജീവിച്ച ആരാണെന്ന് പറയാമോ? അനവധി ഭക്തന്മാര് 900 വർഷം വരെ ജീവിച്ചു, 800 വർഷം വരെ ജീവിച്ചു. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഈ 1000 ആണ്ട് വർഷത്തിൽ 1000 വർഷം ജീവിക്കാവുന്ന ആളുകളെയാണ് കാണിക്കുന്നത്. അവിടെ മരണമില്ല. അവിടെ ബാലന് 100 വയസ്സെന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളണം, വർഷത്തിന്റെ കണക്കിൽ എത്രയോ അതിമനോഹരമായി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, മരണമുണ്ടാകിയില്ലെന്നും ദുഃഖമോ നിലവിളി ഉണ്ടാകിയില്ലെന്നും വെളിപ്പാട് 21:4 വ്യക്തമാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നാം ദൈവത്തോടു കൂടെ വസിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇന്നും യേശു ക്രിസ്തുവിൽ ജീവിച്ച് യഥാർത്ഥ ദൈവവൈദ്യനായി ജീവിച്ചാൽ 100 അല്ല 150 വയസ്സ് വരെയും ജീവിക്കാൻ കഴിയും. 150 അല്ല 900 വർഷം വരെ ജീവിക്കാൻ കഴിയും. പക്ഷേ അസാധ്യമാണ്. എന്തുകൊണ്ട്? പാപം വല്ലാതെ നമ്മളെ അലട്ടുന്നു. പാപത്തിന്റെ പോരുകൾ അതിശക്തമാണ്. ഇന്ന് മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒന്ന് മൺമറഞ്ഞാൽ മതി എന്നുള്ള ചിന്തയാണ്, എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ്. അത്രമാത്രം പാപത്തിന്റെ ശക്തി മനുഷ്യന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് പാപമേ, ഞാൻ നിനക്ക് മധ്യ ജയമെടുക്കുന്നു, നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുന്നു, എന്നിൽ ഇനി പാപം കടന്നു വരെ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയാൻ കഴിയണം. എത്ര പേർക്ക് ആമേൻ സ്തോത്രം ചെയ്യാൻ കഴിയണം? ഹല്ലേലൂയ. മദ്യത്തെ തോൽപ്പിക്കാനുള്ള അധികാരമുണ്ടോ പ്രിയമുള്ളവരെ? ദുഷ്ടതയെ തോൽപ്പിക്കാനുള്ള അധികാരമുണ്ടോ? അത് കൈവരുത്തണം. എങ്ങനെ കൈവരുത്തണം? യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ കൈവരുത്തണം. ദൈവശക്തിയോടുള്ള ഒരു അടുപ്പം ഉണ്ടാകണം, ദൈവവുമാകുന്നുള്ള അഭ്യർത്ഥി ബന്ധമുണ്ടാകണം. യേശുവിന്റെ നാമത്തെ വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാട് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ. ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത നല്ല നാൾ നമുക്കുണ്ട്.
ഉണ്ട്, ഇന്ന് നമുക്ക് ലോൺ ഉണ്ട്, ഇന്ന് നമുക്ക് സ്വന്തം വീടില്ല, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമില്ല. ഒരുപാട് പരാതികളുടെ ലിസ്റ്റാണ് നമ്മുടെ മുമ്പിലുണ്ട്. കുടുംബത്തിലുള്ളവർക്ക് തലമുറകളില്ല, തലമുറയില്ലാതെ ഭാരപ്പെടുന്നു, തലമുറ ഉണ്ടായിട്ട് ഭാരപ്പെടുന്നു. പലവിധമായ ഭാരങ്ങളാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ. ഇന്ന് രാത്രി വിശ്വസിച്ചു കൊള്ളുക, നമ്മുടെ ബലഹീനതയിൽ ദൈവം ശക്തി പകരുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. വഴിതെറ്റിപ്പോയവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുത്തുന്ന ദൈവമാണ്. ഭാവിയെ കാണിച്ചു കൊണ്ട് പറയുന്നു, ഭയപ്പെടണ്ട എന്ന് പറയുന്ന ഒരു ദൈവം ഇന്നുണ്ട്. അതുകൊണ്ട് ദുഃഖം ഓടിപ്പോകുവാൻ, ഭാവിക്ക് വിരോധമായി നിൽക്കുന്ന ശക്തികൾ ഇല്ലാതാകുവാൻ യേശു ക്രിസ്തുവിനെ ഹൃദയത്തോട് ചേർത്ത് കൊള്ളണം. വചനത്തെ വചനമായി അംഗീകരിക്കാൻ കഴിയണം. ഹല്ലേലൂയ. യെശയ്യാ പുസ്തകത്തിൽ 11-ാം അധ്യായം പഠിക്കണം. ഹല്ലേലൂയ. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കുമെന്ന് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും എന്നൊക്കെയാണ് പറയുന്നത്. പശു കരടിയോടുകൂടെ മേയുമെന്നാണ് പറയുന്നത്. കുട്ടികളൊക്കെ ഹല്ലേലൂയ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നുമെന്നൊക്കെ പറയുന്നുണ്ട്. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോത്തിങ്കൽ എന്ത് ചെയ്യും, കളിക്കുമെന്നാ പറയുന്നത്. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പോത്തിൽ കൈയിടുമെന്നാണ് പറയുന്നത്. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ യഹോവയുടെ മഹത്വം ഭൂമിയിൽ നിറയുമെന്നാണ് പറയുന്നത്. അവിടെ സിംഹത്തെ കണ്ട് പേടിക്കത്തില്ല, പാമ്പിനെ കണ്ട് പേടിക്കത്തില്ല, അവരോടൊപ്പം കുഞ്ഞുങ്ങൾ കളിക്കുമെന്ന്. ഹല്ലേലൂയ. ബാലസിംഹത്തോട് ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് സഹവസിക്കുമെന്ന്, അവരുടെ വയലുകളിൽ വലിയ ആനന്ദമാണെന്ന്. എത്ര പേർക്ക് ഈ മഹത്വമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹമുണ്ട്? ഒരു ചെന്നായ ഒരു കുഞ്ഞാടിന് വേട്ടയാടും, എന്നാൽ ദൈവത്തിന്റെ ഭാവി രാജ്യത്തിൽ കേൾക്കുക പ്രിയരെ, വേട്ടക്കാരൻ ശാന്തനാകുകയാണ്. എന്താണ് കാരണം? അവിടെ പാവമില്ല, ഭയമോ അക്രമോ ഒന്നും തന്നെയില്ല. ഹല്ലേലൂയ. നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഹല്ലേലൂയ സിംഹം ഉണ്ടാകുമെന്ന് അവൻ സന്തോഷത്തോടെയാണ് നമ്മോടൊപ്പം വസിക്കാനിടയാകുന്നത്. പുള്ളിപ്പുലി ഉണ്ടാകും, ആട്ടിൻകുട്ടിയോടൊപ്പം അവൻ കിടക്കും. അവൻ ആട്ടിൻകുട്ടിയെ തിന്നാൻ പോകത്തില്ലെന്ന്. പുള്ളിപ്പുലിക്ക് ഒറ്റയ്ക്ക് പുള്ളിപ്പുലികൾ എന്താണ് സംഭവിക്കുന്നത്? ഒറ്റയ്ക്ക് വേട്ടയാടുന്നവരാണ്. എന്നാൽ അവിടെ അത് സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. മരത്തിനിടയിൽ ഒരു കുഞ്ഞ് ആട്ടിൻകുട്ടിയുടെ അരികിലൊക്കെ ഉറങ്ങുന്ന ഒരു ചിന്ത ഒന്ന് ഓർത്തിൽ. ഒരു ചീറ്റയുണ്ട്, അതിന്റെ അരികിൽ ആടുകൾ ആളിക്കുന്നു. എത്ര മഹത്തായ കാഴ്ചപ്പാടാണ് ഈ 1000 ആണ്ട് നടക്കുന്നത്. കാളക്കുട്ടിയും സിംഹവും യുവസിംഹവും തടിച്ച മൃഗവും ഒരുമിച്ച് കൂടുമെന്നൊക്കെ അല്ലേ അവിടെ പറയുന്നത്. ഇന്ന് രാത്രി എത്ര മേത്രമേറിയ ഒരു അനുഭവമാണ് ഈ 1000 ആണ്ട് വായിച്ച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ദർശനമുള്ളവരായി മാറട്ടെ പ്രിയരെ. നമ്മുടെ ജഡം നമ്മളെ വല്ലാതെ ഒതുക്കി കളയുന്നു. ഈ ലോകത്തിലെ വിദ്യാഭ്യാസവും അറിവും ഞാനും നമ്മളെ അങ്ങ് ഞെരുക്കി വീർപ്പ് മുട്ടിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ഒരു ദർശനം ഉണ്ടാകണം. യേശുക്രിസ്തുവായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നമ്മുടെ കണ്ണടഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത് പ്രിയരെ? നമ്മുടെ ശ്വാസം നിലച്ചാൽ നമ്മൾ എവിടേക്കാണ് പോകാൻ കഴിയുക? എത്ര പേർക്ക് ഉറപ്പുണ്ട്? അതുകൊണ്ട് മാനസാന്തരത്തിന്റെ ആവശ്യകത വളരെ വലുതാണ്. ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. എല്ലാവരും അടുത്ത നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാണ്. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്ത് 1000 ആണ്ട് വാഴ്ചയിൽ രാവിലെ വളരെ സന്തോഷത്തോടെ ആളുകൾ എഴുന്നേറ്റ് ശ്രദ്ധിക്കുന്ന കാഴ്ചയൊന്ന് ഓർത്തേ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ വയലുകളിൽ പോയി പണിയെടുക്കുന്നതൊന്ന് ഓർത്തേ. ഹല്ലേലൂയ. അവിടെ മതിലുകളൊന്നുമില്ല. ഇന്ന് ഓരോ വീടിനും മതിലുകളുണ്ട്. ഇന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് പോകാൻ പലരും മടിക്കുന്നു, വീട്ടിലോട്ട് പലരും ക്ഷണിക്കാൻ മടിക്കുന്നു. അവിടെ അതിന്റെ ഒന്നും ആവശ്യകതയില്ല. അവിടെ ആണും പെണ്ണും എല്ലാവരും സന്തോഷിക്കുന്ന നിമിഷം, കുഞ്ഞുങ്ങൾ ആനന്ദിക്കുന്ന നിമിഷം, ദൈവദൂതന്മാരായ വിശുദ്ധ ഗണം അവരോടൊപ്പം സഹവസിക്കുന്ന നിമിഷം ഒന്ന് ഭാവനയിൽ ഒന്ന് ഓർത്തേ. ഹല്ലേലൂയ. ഇന്ന് മതിലുകളുണ്ട്, ഇന്ന് ഹല്ലേലൂയ മുനിസിപ്പാലിറ്റി ഉണ്ട്, പഞ്ചായത്തുകളുണ്ട്, പൊളിറ്റിക്സ് ലീഡർമാരുണ്ട്. അന്ന് പൊളിറ്റിക്സിന്റെ ഒരു ലീഡർമാരുമില്ല. അന്ന് പോലീസില്ല, പട്ടാളമില്ല, ജയിലില്ല. ഓ ഹല്ലേലൂയ. ആരും നമുക്ക് വിരോധമായി അന്യായവും കേസ് കൊടുക്കാനൊന്നും ആളും അവിടെ വരികയില്ല. ഒരു യുദ്ധവും അക്രമവും അനീതിയും ഒന്നും അവിടെയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ചുറുചുറുക്കോടെ 1000 വർഷം ജീവിക്കുന്ന ആള് നല്ല ചുറുചുറുക്കോടെയാണ് നിൽക്കുന്നത്. ഇതൊന്നും ദർശിച്ച് ഇതൊന്ന് സ്വപ്നത്തിലേക്കൊന്ന് കൊണ്ടുവന്ന ഈ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും നന്നായി പാട്ട് പാടിക്കോണം, നന്നായി ദൈവത്തെ ആരാധിച്ചോണം, എല്ലാവരും യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നോണം. ആരും നാവ് കൊണ്ട് പാപം ചെയ്യരുത്, കണ്ണുകൊണ്ട് പാപം ചെയ്യരുത്, ഹൃദയം കൊണ്ട് പാപം ചെയ്യരുത്. നമുക്കെതിരെ എല്ലാവരും എഴുന്നേറ്റോട്ട്, നിന്ദിച്ചോട്ടെ, പഴിച്ചോട്ടെ, അപകടങ്ങൾ വരുത്തിക്കോട്ടെ, നഷ്ടങ്ങൾ വരുത്തിക്കോട്ടെ. നമുക്ക് വേണ്ടി അനേകർ കേസെടുക്കട്ടെ. നമ്മൾ ആരും കേസിന്റെ പുറകെ പോകണ്ട. രാഷ്ട്രീയ കളികൾ നടക്കട്ടെ, സഭകളിലൊക്കെ അടിപിടിയൊക്കെ നടക്കട്ടെ. ഇതെല്ലാം അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളാണ്.
ആമേ സ്ഥാനങ്ങളും മാനങ്ങളും ആഗ്രഹിക്കുന്നവരൊക്കെ കടന്നു വന്നേക്കാം. അവരൊക്കെ കൈയിട്ട് വാരിക്കോട്ടെ. വലിയ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരൊക്കെ നിന്നോട്ട്. എന്നെയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കഷ്ടതയിൽ കൂടെ വരുന്ന ഒരു ദൈവമുണ്ട്. പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. കരുണയും ദയവുമുള്ള ഒരു ദൈവമുണ്ട്. ഈ ദർശനം ഒന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റണമേ. എന്റെ പാപത്തെ ഒന്ന് നീക്കണമേ. എന്റെ ജഡത്തിലെ സ്വഭാവങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചാട്, കരഞ്ഞു പ്രാർത്ഥിക്കണം. ഈ കരച്ചിലിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയാമോ? നമ്മുടെ ഓരോ തുള്ളി കരച്ചില് ദൈവം തുരുത്തി സൂക്ഷിച്ചു വെക്കുന്നതാ. അത് ലോകത്തിൽ ഒരു ഗ്രന്ഥത്തിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ എത്ര പേർ കരയാൻ തയ്യാറാണ്? ആമേ, കരയുന്ന ഓരോ തുള്ളിയും സ്വർഗത്തിലെ തമ്പുരാന്റെ തുരുത്തി സൂക്ഷിച്ചു വെക്കും. ആമേ, പ്രതിഫലം തരണം. എന്നെ നിങ്ങളെ അനുഗ്രഹിക്കണം. ഇന്ന് കഷ്ടതയിൽ ഇരിക്കുന്നവരെ, ദുഃഖത്തിൽ ഇരിക്കുന്നവരെ, നാളെ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യുമെന്ന് പറയുന്നവരെ, ഹല്ലേലൂയ, നിങ്ങൾ ഭാരപ്പെടേണ്ട. ജപ്തി ചെയ്യുന്നവർ ജപ്തി ചെയ്യാൻ വരട്ടെ. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചാട്ട് ആശുപത്രി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചേ. അതിരുകളെ വിസ്താരമാക്കുന്ന ദൈവം, സുഖപ്പെടുത്തുന്ന ദൈവം. ആമേ, ദൈവത്തിന് കഴിഞ്ഞുകൂടിയോ പ്രവർത്തിക്കാൻ? ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ടുണ്ടോ? കേൾപ്പാൻ തക്ക നമ്മുടെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുണ്ടോ? ഇന്നും നാം വിശ്വസിക്കുന്ന യേശു അല്ലയോ അത്ഭുതങ്ങളുടെ ദൈവം? ആ യേശു ആമേ ഉറങ്ങിപ്പോയോ? യേശു ഇന്നും ജീവനോടെ ഇരിക്കുന്നു. അവൻ മയങ്ങുന്നവനല്ല, ഉറങ്ങുന്നവനല്ല. രാപ്പകൽ നമ്മോട് കൂടെ നിൽക്കുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇടിവിൽ നിൽക്കുന്നു. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ തുരിച്ചുകൊണ്ടിരുന്നാട്ട് എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പാ പിതാവേ, എന്റെ പാപങ്ങളെ ഒന്ന് ക്ഷമിക്കണമേ. എന്റെ ബലഹീനതകളെ ഒന്ന് നീക്കണമേ. എന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റണമേ. ഞാൻ ഒന്നുമില്ല, ഏതുമില്ല. ഞാൻ ഒരു പക്ഷെ പാസ്സായേക്കാം, ഞാനൊരു പക്ഷെ വിശ്വാസിയാക്കാം. പക്ഷെ എനിക്ക് ഇന്നും അറിയാം എന്നിലുള്ള കുറവുകളെ. എന്റെ ചിന്തകളിൽ നിരൂപണത്തിൽ അനവധി കുറവുകളുണ്ട്. പിതാവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. എന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റണമേ. എന്റെ കുഞ്ഞുങ്ങളും ദൈവത്തെ കാണാൻ ഭാഗ്യം കൊടുക്കണമേ. അവരും യേശുവിന്റെ വഴി തെരഞ്ഞെടുക്കാൻ ഇടയാകണമേ. അവർ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണമേ. ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കണം. ഹൃദയം തുറന്ന് ആരാധിക്കണം, മനസ്സ് തുറന്ന് ആരാധിക്കണം, കൈകളെ ഉയർത്തി ആരാധിക്കണം, നടന്നും തുള്ളിയും ആരാധിക്കണം. ഇത് ദൈവം നൽകുന്ന ഒരു സമയമാണ്. നാളെ നമുക്ക് തുള്ളാനോ ആരാധിക്കാനോ പറ്റണമെന്നില്ല. നാളെ നമുക്ക് കരയണമെന്ന് പറയാൻ പറ്റണമെന്നില്ല. നാളെ നമ്മൾ എന്തായിത്തീരും നമുക്കറിയില്ല. എന്നാൽ ഇന്നത്തെ നിമിഷം വിലപ്പെട്ട നിമിഷമാണ്. പ്രിയരെ, യേശുവിനെ വിളിച്ചപേക്ഷിക്കൂ. അവന്റെ പുണ്യാകരത്തെ ശുദ്ധീകരണം പ്രാപിക്കൂ. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, വിടുതൽ നൽകുന്ന ദൈവം, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമ്മ ദൈവത്തിന്റെ മുമ്പാകെ കടന്നു വന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ അന്ധതകളെ മാറ്റുന്നു, ഞങ്ങളെ സൗഖ്യമാക്കുന്നു, ഞങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുന്നു, ഞങ്ങൾക്ക് ബുദ്ധി ജ്ഞാനം നൽകുന്നു, ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായം ദൈവം തരുന്നു. ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയ പിതാവേ, ഞങ്ങളുടെ പാപങ്ങളെ പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ഒരു മകനും മകളുമാക്കി തീർക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങളിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കിക്കാട്ട്. ഇന്ന് ഞങ്ങളുടെ കണ്ണടയുന്നുവെങ്കിൽ അമേ, ഞങ്ങൾ ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിലായിരിക്കട്ടെ. അല്ല, കർത്താവിന്റെ കാകളമെങ്കിൽ ഹാലലു ഞങ്ങൾ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലാകട്ടെ. യേശു കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട്. ഞങ്ങൾക്കുള്ള പ്രതിഫലം വാങ്ങാൻ, ഞങ്ങൾക്കുള്ള ദൈവ കൃപ അനുഭവിപ്പാൻ, ദൈവീയ കിരീടങ്ങളും ആമെ അനുഭവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ഒരു ആത്മീയ വ്യക്തിയാക്കി തീർക്കണമേ. ഞങ്ങളിൽ ഒരിക്കലും പിശാച് പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. ഞങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. പിതാവേ, കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം കർത്താവിന്. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രിയ പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗം നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേൽ ഇപ്പോഴെപ്പോഴും കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ട്.